12 മുതൽ 18 റോ വരെ 34 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് റോ ഒന്ന് കൗണ്ട് ചെയ്യാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 18 റോ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. 18 റോ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 19ാമത്തെ റോ സ്റ്റാർട്ട് ചെയ്യാണ്. മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് മാർക്കർ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തത് അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. നമ്മൾ 19ാമത്തെ റോ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് 8 സിംഗിൾ ക്രോഷ്യ കൂടി ചെയ്യുക. അങ്ങനെ ടോട്ടൽ 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 1 2 3 ടോട്ടൽ 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. ടോട്ടൽ നമുക്ക് 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഓരോ ചെയിനിലും ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഡിക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 4 ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. അടുത്ത ചെയിനിൽ അതുപോലെ തന്നെ ഹുക്കിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഒരു ഡിക്രീസിങ് സ്റ്റിച്ചായി. അതുപോലെ തന്നെ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് വീണ്ടും അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് 2 ഡിക്രീസിങ് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. 2 പ്രാവശ്യം കൂടി ചെയ്യണം. ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് കൂടി ചെയ്യുക. അടുത്തതിൽ ഇതുപോലെ തന്നെ ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. ഇനി ടോട്ടൽ നമ്മൾ 4 ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്തു. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ 9 സിംഗിൾ ക്രോഷ്യ ചെയ്തു, പിന്നെ 4 ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്തു. ഇനി ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം സ്റ്റിച്ച് മാർക്കർ എത്തുന്നത് വരെ ചെയ്ത് കൊടുക്കാം. നമുക്ക് 17 സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ 17 സ്റ്റിച്ച് ഉണ്ടാവും. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. 4 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് നമ്മൾ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 30 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടുന്നതാണ്. ഇവിടെ 19ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 20ാമത്തെ റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. മാർക്കർ റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഒന്നും ചെയ്തില്ല. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. ടോട്ടൽ നമുക്ക് 20ാമത്തെ റൗണ്ടിൽ 30 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ടോട്ടൽ നമുക്ക് 30 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടണം. ഓരോ റൗണ്ടിലും സ്റ്റിച്ചസ് കൗണ്ട് ചെയ്തിട്ട് വേണം അടുത്ത റൗണ്ടിലേക്ക് പോകാൻ.
റൗണ്ട് 20 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് 30 സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 21ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്തിട്ട് ആ ഒരു സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 21ാമത്തെ റൗണ്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒന്ന് നമ്മൾ ഓൾറെഡി ചെയ്തു. 1 2 3 4 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ 6 ചെയിനിലും ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 6 ചെയിനിലും ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യാം. ഒരു ഡിക്രീസിങ് ചെയ്തു. 2 ഡിക്രീസിങ് ചെയ്തു. 3ാമത്തെ ഡിക്രീസിങ് ചെയ്തു. 3 4 ഡിക്രീസിങ് ചെയ്തു. 5 ഡിക്രീസിങ് ചെയ്തു. 6 ഡിക്രീസിങ് ചെയ്തു. നമ്മളിവിടെ 6 ഡിക്രീസിങ് ചെയ്ത് കൊടുത്തു. ഇനി 14 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ എത്തുമ്പോൾ നമുക്ക് 14 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഉണ്ടാവും. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കാം. റൗണ്ട് 21 കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് കിട്ടും. ഞാനിവിടെ 21 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 22ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തതിന് ശേഷം ആ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കാം. റൗണ്ട് 22 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റിച്ച് മാർക്കറിൽ ഒന്ന് ചെയ്തു. ഇനി 4 എണ്ണം ചെയ്യുക. അങ്ങനെ ടോട്ടൽ 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അഞ്ച് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി ഒരു സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്യാം. അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്യാം. അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മൾ 3 സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്യുന്നുണ്ട്. 3 സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 14 ചെയിനിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. സ്റ്റിച്ച് മാർക്ക് എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 22 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് കിട്ടും. ഇരുപത്തിരണ്ടാമത്തെ റൗണ്ട് നമുക്ക് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ 22 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ 22 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 23 സ്റ്റാർട്ട് ചെയ്യാണ്. അതിനായിട്ട് മാർക്കർ
മാർക്ക് റിമൂവ് ചെയ്തിട്ട് ആ ഒരു സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുകയാണ്. 23ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യണം. അതിന് നമ്മൾ ഒന്ന് ഈ സ്റ്റിച്ച് മാർക്കറിൽ ചെയ്തു. ഇനി 3 എണ്ണം കൂടി ചെയ്ത് കൊടുക്കുക. 3 ചെയ്തു. അങ്ങനെ ടോട്ടൽ നമുക്ക് 4 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. ഇനി നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത് 6 ചെയിനിലും സിംഗിൾ ക്രോഷേ ഇൻക്രീസിങ് ചെയ്യാം. 1 2 ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യാം. അങ്ങനെ 1 കഴിഞ്ഞു. 1 2 2 എണ്ണം കഴിഞ്ഞു. 3 എണ്ണം കഴിഞ്ഞ് ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 4 എണ്ണം. 1 2 5 എണ്ണം. 1 2 അങ്ങനെ നമ്മൾ 6 ചെയിനിലും ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 12 ചെയിനിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ സ്റ്റിച്ച് മാർക്കറിലെത്തും. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തു. അങ്ങനെ 12 എണ്ണം ചെയ്തപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് മാർക്കറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ റൗണ്ട് ഇവിടെ 23ാമത്തെ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയപ്പോൾ നമുക്ക് 28 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. 24 മുതൽ 28 വരെ ഇനിയുള്ള 4 റൗണ്ടും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ഓരോ റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതമാണ് ചെയ്യുന്നത്. റിപ്പീറ്റേഷനാണ് ചെയ്യുന്നത്. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. അങ്ങനെ 4 റൗണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഓരോ റൗണ്ടിലും നമുക്ക് 28 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് കിട്ടണം. റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ 4 റൗണ്ടും കൂടി ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ടോട്ടൽ നമ്മൾ 28 റൗണ്ട് എത്തുമ്പോൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. അപ്പോൾ നമ്മൾ 24 റൗണ്ടാണ് എത്തിയത്. 4 റൗണ്ടും കൂടി ചെയ്ത് തിരിച്ചു വരാം.